പറഞ്ഞിട്ട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഖ്റുജ് ഫഇന്നക റജീം. ആദമിന്റെ മുമ്പിൽ ശിരസ് കുളിക്കാൻ കഴിയുന്നില്ലടോ, എങ്കിൽ പുറത്തു പോടോ, സ്വർഗത്തിൽ വരെയില്ല, നീ ശപിക്കപ്പെട്ടവനാണെന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മഹാന്മാരാകുന്ന മഹാത്മാക്കള് الذين لا يريدون علوا في الارض ولا فسادا والعاقبة للمتقين. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു تلك الدار الآخرة. ആഖിറമാകുന്ന ലോകമുണ്ടല്ലോ, ആ സ്വർഗീയ ലോകമുണ്ടല്ലോ, ആർക്കുള്ളതാണ്? തല ഉയർത്തി നടക്കുന്നവർക്കല്ല, അഹങ്കാരത്തോട് കൂടി നടക്കുന്നവർക്കല്ല. പിന്നെയോ تلك الدار الآخرة نجعلها للذين لا يريدون علوا في الارض ولا فسادا. ഭൂമിലോകത്ത് അഹങ്കാരത്തോടുകൂടി നടക്കുന്നവരല്ല, ഇത്രയും ഫസാദ് നടത്തുന്നവർക്കല്ല. പിന്നെയോ വിനയത്തോടുകൂടി നടത്തുന്നവരാണ്. വിനയത്തോട് വിനയാന്യരായി നടക്കുന്നവരാണ്. അഹങ്കാരമില്ലാതെ വങ്ങച്ചമില്ലാതെ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ തല കുളിക്കാതിരിക്കാൻ കഴിയുമോ? അഥവാ അതല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഥവാ മഹാനായ സയ്യിദുൽ ഉലമ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ പരിശുദ്ധമായ ദീനീ പ്രബോധനത്തിന് വേണ്ടി, ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരൽപ്പം കാശ് വേണമെന്ന് പറഞ്ഞപ്പോ കോടികളിൽ 46 കോടി രൂപ ജനങ്ങളുടെ പവിത്രമായ പരിശുദ്ധമായ സമസ്തയുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് സൗകര്യം ചെയ്തു കൊടുത്ത രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ നന്ദിയോടുകൂടി ശുക്രോടുകൂടി തല കുളിച്ചുകൊണ്ടല്ലേ സമ്മേളന നഗറിലേക്ക് വരേണ്ടത്, അല്ല തല ഉയർത്തിക്കൊണ്ടാണോ വരേണ്ടത്? ഒരിക്കലുമല്ല, തല കുളിച്ചുകൊണ്ടാണ് കുഴിയിലേക്ക് വരേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് നേരത്തെ ഉസ്താദുമാർ ഇവിടെ പറഞ്ഞു, വലിയൊരു വലിയായി മാത്രമല്ല റിഫായി ത്വരീഖത്തിന്റെ കുതുബായ മഹാനായ അഥവാ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രത്തെ ചുണ്ടുവിരലുകൊണ്ട് ചൂണ്ടിക്കൊണ്ട് നിർത്തിയ അത്രയും വലിയ കറാമത്തിന്റെ ഉടമയായ മഹാനായ സയ്യിദ് ബാലബി മുല്ലക്കോയത്തങ്ങളെന്ന് പറയുന്ന മഹാൻ എന്തിനേറെ താരവിടുന്ന് ജനിക്കുമ്പോൾ പകൽ സമയം നക്ഷത്രം ഉദിച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ മുല്ലക്കോയത്തങ്ങളെ പ്രസവിക്കുമ്പോൾ അതിന്റെ അടയാളമായിട്ട് പകൽ സമയത്ത് നക്ഷത്രം ഉദിച്ചു എന്നാണ് ചരിത്രകന്മാർ പറയുന്നത്.